നമ്മൾ കുട്ടികളായിരുന്നപ്പോൾ ചിലരുടെയെങ്കിലും ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യമായിരിക്കും. പലചരക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോകുമ്പോൾ കയ്യിൽ പൈസ ഉണ്ടാവില്ല. സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കഴിയുമ്പോൾ കടക്കാരൻ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വയ്ക്കും. മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ അപ്പൻ പൈസ കൊടുത്ത് കടം വീട്ടും. ഓരോ പ്രാവശ്യവും കയ്യിൽ പൈസയില്ലാതെ സഞ്ചിയും കയ്യിൽ പിടിച്ച് ആ പലചരക്ക് കടയിൽ സാധനങ്ങൾ കിട്ടും എന്ന ഉറപ്പോടുകൂടി പോകാനായിട്ട് ആ കുട്ടിക്ക് സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? എവിടെ നിന്നാണ് ആത്മവിശ്വാസം വരുന്നത്? കാരണം അവനറിയാം അപ്പൻ ആ കടം വീട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ മാസത്തെ കടം അപ്പൻ വീട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ചെല്ലുമ്പോഴും കയ്യിൽ പൈസ കൊടുക്കാനായിട്ടില്ലെങ്കിലും ചോദിക്കുന്ന സാധനങ്ങൾ അവന് കിട്ടും എന്നുള്ള ആത്മവിശ്വാസം വരുന്നത് അവിടെ നിന്നാണ്. നമ്മുടെ പ്രാർത്ഥനയും അതുപോലെ തന്നെയാണ്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ആത്മവിശ്വാസം എവിടെ നിന്നാണ് കിട്ടുന്നത്? ദൈവത്തോട് പലപ്പോഴും മറുതലിച്ച് ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ദൈവത്തിൻ്റെ ഇഷ്ടമൊന്നുമല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ചെയ്യുന്നത്. നമ്മുടെ സഹജീവികളോട് തല്ലുപിടിച്ച് പലപ്പോഴും ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മോട് തന്നെ ആത്മാർത്ഥതയില്ലാതെ ജീവിക്കുന്നവരാണ്. എന്നിട്ടും പിതാവായ ദൈവത്തിൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് എവിടെ നിന്ന് ആത്മവിശ്വാസം, ധൈര്യം കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ആ പിതാവിൻ്റെ മകൻ, നമ്മുടെ സഹോദരൻ യേശു ക്രിസ്തു ഈ കുരിശിൽ നമ്മുടെ സകല പാപങ്ങളുടെയും കടം വീട്ടി എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രമേൽ ഈസി ആയിട്ട് പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നത്. നമ്മളങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് ഇന്ന് സുവിശേഷത്തിൽ ഈശോ പറയുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുക, എന്നാൽ മാത്രമാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകുക. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഇത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പലചരക്ക് കടയിൽ സാധനങ്ങൾ വാങ്ങാൻ ചെല്ലുമ്പോൾ അപ്പന് ഇഷ്ടമില്ലാത്ത സാധനങ്ങൾ നമ്മൾ വാങ്ങാനായിട്ടൊരിക്കലും മുതിരില്ല. അങ്ങനെ ചെയ്താൽ അപ്പനത് ഇഷ്ടപ്പെടില്ല. അത് കടക്കാരനും തരാൻ സാധ്യതയില്ല. അപ്പൻ്റെ മനസ്സറിയാവുന്ന കടക്കാരനാണെന്നുണ്ടെങ്കിൽ അത് ആ കടക്കാരനും നമുക്ക് തരാനായിട്ട് സാധ്യതയില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, പിതാവായ ദൈവത്തോട് ചോദിക്കുമ്പോൾ അവൻ്റെ പുത്രൻ്റെ നാമത്തിൽ, നമ്മുടെ സഹോദരനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും, സംശയം വേണ്ട. എന്താണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? അത് ഈശോയുടെ മനസ്സറിഞ്ഞ് ചോദിക്കുക. ഈശോയ്ക്ക് ഇഷ്ടമുള്ളത് മാത്രം, ഈശോയ്ക്ക് നമ്മുടെ ജീവിതത്തെ പ്രതി എന്താണോ ഇഷ്ടമുള്ളത് അത് ദൈവത്തോട്, പിതാവായ ദൈവത്തോട് ചോദിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. നമ്മൾ ചോദിക്കുന്ന പലതും നമുക്ക് കിട്ടാതെ പോകുമ്പോൾ നമ്മൾ വിഷമിക്കാറുണ്ട്. പെട്ടെന്ന് കിട്ടാതെ പോകുമ്പോൾ നമ്മൾ വിഷമിക്കാറുണ്ട്. അപ്പം നമ്മൾ ആത്മപരിശോധന നടത്തണം. ഞാൻ ചോദിച്ചത് യേശുവിൻ്റെ നാമത്തിലാണോ? ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണോ ഞാൻ ചോദിച്ചത്? അങ്ങനെ ചോദിച്ചതൊന്നും പിതാവായ ദൈവം നമുക്ക് നൽകാതിരിക്കില്ല എന്ന് ഉറപ്പാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കൊണ്ടുവരേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് യേശുവിൻ്റെ നാമത്തിലാണോ ഞാൻ ചോദിക്കുന്നത്? അവിടത്തേക്ക് എന്നെ പ്രതി ഇഷ്ടമുള്ള കാര്യമാണോ ഞാൻ ചോദിക്കുന്നത്? ആ ഒരു പ്രോസസ്സ്, സ്റ്റെപ്പ് നമ്മുടെ പ്രാർത്ഥനയിൽ കടന്നു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ അത് കുറേ കൂടെ വിശുദ്ധീകരിക്കും. നമ്മുടെ പ്രാർത്ഥനകൾ കൂടുതൽ ഫലവത്തായിട്ട് മാറും എന്ന് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്.